ഹലോ ഫ്രണ്ട്സ്, മെക്കേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അപ്പൊ കഴിഞ്ഞ ഒരു അഞ്ചാറ് വീഡിയോകളിലേക്ക് നമ്മളെല്ലാവരും ബേസിക് ആയിട്ടുള്ള ടൂൾസ് എല്ലാം ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടാവും ഓട്ടോകാഡിന്റെ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നത്, അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് വീണ്ടും പുതിയൊരു അധ്യായത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നിപ്പോ വരയ്ക്കാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു ഡ്രോയിങ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒന്ന് യൂണിറ്റ് ഒന്ന് സെറ്റ് ചെയ്തേക്കണം. അപ്പൊ ഞാനൊന്ന് യൂണിറ്റ്സ് അടിച്ചിട്ട് യൂണിറ്റ്സ് സെറ്റ് ചെയ്തു. ഡെസിമലിലാണ് ഇരിക്കുന്നത്. ഓക്കെ, പൊസിഷൻ ടൈപ്പ് 0 കൊടുത്താൽ മതി. കാരണം നമ്മൾ 0 ചെയ്യുന്നത്. പിന്നെ മില്ലിമീറ്ററിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സോ അതിൽ വേറെ ചേഞ്ചസ് ഒന്നും കൊടുക്കാനില്ല. ഓക്കെ നമുക്ക്. അപ്പൊ അതിനുശേഷം നമ്മൾ താഴെ ഇതിപ്പോ എല്ലാം ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ആയിട്ടുള്ള 90 ഡിഗ്രി ലൈൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓർത്തോ മോഡ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾസ് ഒന്നും വരത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് 90 ഡിഗ്രിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഓർത്തോ മോഡ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഡൈനാമിക് ഇൻപുട്ട് ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാം. ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര ലെങ്ത് ആണ് വേണ്ടതെന്ന കാര്യങ്ങളും അതേപോലെ ഏത് ആംഗിളിലാണ് നമുക്ക് ലൈൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഡൈനാമിക് ഇൻപുട്ട് വന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ഒരു 10 mm ഒരു ലൈനാണ് ആദ്യം വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ 10 mm ലൈൻ ആദ്യം തന്നെ വരച്ചു. മെഷർമെന്റ്സും കാര്യങ്ങൾ ഡയമെൻഷനിങ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ആദ്യം ഇത് വരച്ചു. പിന്നെ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ജസ്റ്റ് വരച്ചാൽ മതി. ഇവിടുന്ന് തൊട്ട് ഒരു 2 mm ഹൈറ്റ്, പിന്നെ ലെങ്ത് വീണ്ടും ഒരു 2 mm ലെങ്ത്, പിന്നെ ഹൈറ്റ് ഒരു 3 mm, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലെങ്ത് ഒരു 2 mm, പിന്നെ ഹൈറ്റ് ഒരു വീണ്ടും ഒരു 2 mm, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 2 mm. സോ അതിൽ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻസ് അനുസരിച്ച് നമ്മൾ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഗർ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം വലിച്ചു നീട്ടുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയോ. സോ നമ്മൾ വരച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇനി ഡയമെൻഷൻസ് എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഡയമെൻഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയമെൻഷൻ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെറ്റേഴ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ഡയമെൻഷനിങ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, 10 mm, 2, 3. അപ്പോ അത്യാവശ്യം ഡയമെൻഷനിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഡ്രോയിങ് അപ്രോച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓർത്തോ മോഡ് ഓൺ ചെയ്തതും അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡൈനാമിക് ഇൻപുട്ട് കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഡൈനാമിക് ഇൻപുട്ട് കൊടുക്കാതെ നമ്മൾ വേണമെങ്കിൽ ഇതൊന്ന് വരച്ചു നോക്കാം. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആവത്തില്ല. നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ 5 ഉള്ളൂ.
പ്രോപ്പർ ആയിട്ടുള്ള ഡയമെൻഷൻസ് നമുക്ക് പിന്നെ കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഡൈനാമിക് ഇൻപുട്ട് വന്നിട്ട് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ലെങ്ത്തും കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചും കൂടെ സ്പീഡായിട്ട് നമുക്ക് ഡയഗ്രാം ഡ്രോ ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഒന്ന് വരച്ചോ. ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. അതെങ്ങനെ വരയ്ക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ ഒരു സ്പെസിഫൈ പോയിന്റ് എടുക്കുന്നു, ഒരു 10 mm ലെങ്ത് കൊടുക്കുന്നു, അതിനുശേഷം ഒരു 2 mm ഹൈറ്റ്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 2 mm ഹൈറ്റ്, വീണ്ടും ഒരു 2 mm, 4, 2, സോ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ചെറിയ ചെറിയ സിമ്പിൾ ഡ്രോയിങ്സ് ആണ്. നമുക്ക് വരുന്ന വീഡിയോകളിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം വരയ്ക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സമയം എടുത്ത് വരയ്ക്കാൻ പറ്റും. ചെറിയ ചെറിയ ഡ്രോയിങ്സ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വരച്ച് കാണിച്ചത്. ഓക്കെ, നമ്മള് രണ്ടാമത്തെയും വരച്ചിരിക്കുന്നത്. സോ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് അറിയാൻ പറ്റുന്നില്ല അല്ലെ, എവിടെയാണ് നമ്മുടെ ഡിസൈൻ ഉള്ളത്. അതേപോലെ നമ്മൾ ഈ ഡയമെൻഷൻസ് കാര്യങ്ങളും കൊടുത്തപ്പോ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രേഡിയന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗ്രേഡിയന്റ് ഉപയോഗിച്ച് നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫൈ ആയിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഡ്രോയിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം. അത് നമ്മൾ നോർമലായിട്ട് ഗ്രേഡിയന്റ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കളർഫുൾ ആയി ഇങ്ങോട്ട് വെച്ചിട്ടാണ് ഗ്രേഡിയന്റ് ഇവിടെ അപ്ലൈ ചെയ്തത്. നമുക്ക് ഒരു ഡ്രോയിങ് കൂടെ ഒന്ന് അടുത്തൊന്ന് ചെയ്തോ. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലേ, സിമ്പിൾ ആണ്. നമുക്കൊന്ന് വരച്ചോ. ഏതെങ്കിലും ഒരു പോയിന്റ് ആദ്യം നമ്മൾ തുടങ്ങുന്നു. ഫസ്റ്റ് ഒരു 2 mm പോയിന്റ് സ്പെസിഫൈ ചെയ്തില്ല, ഒരു 2 mm കൊടുത്തു. പിന്നെ അതിനുശേഷം സൈഡിൽ 7, 9. സോ അവിടെ ഒരു വീണ്ടും ഒരു 2 mm കൊടുക്കണം. പിന്നെ ഒരു 3, പിന്നെ ഒരു 3, ഒരു 5. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡയമെൻഷൻസ് ഒന്നും മിസ് ആവാതെ നോക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഡയമെൻഷൻസ് മിസ്സായാൽ പോലും നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആവത്തില്ല.
നമ്മളിപ്പോ വരച്ച 3 ഡ്രോയിങ് ആണ് ഇവിടെ ഈ 3 കൂടെ ഒരു പേജിലേക്ക് കൊണ്ടുവന്നത്. മൂന്ന് കറക്റ്റ് ആയിട്ട് നമ്മളെ പേജിനകത്ത് ഫിറ്റ് ആയി നിൽക്കത്തില്ല. കുറച്ചുകൂടെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രാക്ടീസ് ഡ്രോയിങ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ വരച്ചു നോക്കിയത് ഈ ഒരു 3 ഡ്രോയിങ്സ് ആണ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഈ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ ഡ്രോയിങ്സ് വന്നിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. അതേപോലെ എങ്ങനെയാണ് ഡയമെൻഷനും കാര്യങ്ങളും ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കും. പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോരോ ഡ്രോയിങ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. സോ എൻ്റെ വീഡിയോസിന് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.